ചൂടാക്കി ആ ചപ്പാത്തിയും കൂടെ അവിടെ വെച്ച് നല്ലതായിട്ട് കിടച്ചു വരുമായിരുന്നു. എൻ്റെ നെയ്യെല്ലാം വിളിച്ചു, അപ്പോൾ ആകിയത് എല്ലാം വിളിച്ചുകൊണ്ടെന്ന് അവർ പറഞ്ഞു. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്ന് പ്രിയങ്ങളെ, ഇത് വന്നപ്പോൾ ഒരു മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നല്ലൊരു മഴ പെയ്യാൻ ഒരു ഉഷ്ണത്തിന് ഇച്ചിരി ശമനം കിട്ടിയ, പക്ഷെ പെയ്യുന്ന ലക്ഷണമില്ല. സൂപ്പർ മാർക്കറ്റിൽ കയറി ലിക്വിഡ് തീർന്നായിരുന്നു, അത് വാങ്ങിച്ചു. തേങ്ങാപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലിപ്പൊടി. ഇത് നമുക്ക് കടയിൽ കോംപ്ലിമെന്റ് കിട്ടിയതാട്ടോ, ഗ്രീൻ ടീ ആണ്. അത് അജയൻ എനിക്ക് തന്നു. പിന്നെ ചോറും കറികളൊന്നും ഇരിപ്പില്ല. കറികളില്ലെന്നല്ല, അമ്മ ഇച്ചിരി മത്തിത്തോരൻ ഇന്നലെ തന്നായിരുന്നു, ഇന്നലെ നമ്മളെടുത്തില്ല, അതിരിപ്പുണ്ട്. പിന്നെ ചോറ് വെക്കണം, എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടിയോ വല്ലതും വെക്കാം എന്ന് വിചാരിച്ചാണ്. ഒഴിച്ചു കൂട്ടാനൊന്നും ഇരിപ്പില്ല. ഇച്ചിരി തൈര് ഇരിപ്പുണ്ട്, ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ. പിന്നെ മോര് കറി വെക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, നോക്കട്ടെ. കഞ്ഞിക്കുള്ള വെള്ളം അങ്ങോട്ട് നോക്കട്ടെ. മുത്ത് ചെന്നു, രാവിലെ 9 മണി 9:30 എങ്ങാണ്ടായപ്പോഴത്തേക്കാണ് ചെന്നത്. കോളേജിൽ പോകണമായിരുന്നു, ഹോൾ ടിക്കറ്റ് വാങ്ങിക്കാൻ. ചെന്നുടനെ കുളിയും ജപമൊക്കെ കഴിഞ്ഞിട്ട് ഹോൾ ടിക്കറ്റ് വാങ്ങിക്കാൻ പോയി. പിന്നെ ഉച്ചയ്ക്ക് അവിടെ പോയി മെസ്സിൽ നമ്മൾ സ്ഥിരം കഴിക്കുന്നിടത്ത് അമ്മച്ചിയുടെ അടുത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇനി നാളെ മുതൽ എക്സാമാണ്. മോനിക്കുട്ടൻ ട്യൂഷന് പോയപ്പോൾ വന്നില്ല കേട്ടോ. പിന്നെ എന്താണ്, ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാനൊന്നും പറ്റിയില്ല. പിന്നെ വേറെന്താ വിശേഷം? വേറൊന്നുമില്ല പ്രിയങ്ങളെ. മനസ്സിനൊരു ഉന്മേഷക്കുറവുണ്ട്, കുറേ കാര്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് അത് ആരോടും പറയാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ആർക്കെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റുന്നതോ ഒന്നുമല്ലാത്ത കുറേ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അതങ്ങനെ വെച്ചേക്കാനേ പറ്റുള്ളൂ. സോൾവ് ചെയ്യാൻ പറ്റുമോ? ദൈവത്തിനല്ലാതെ ഇതിനകത്തൊന്നും ഒരു ഇടപെടലിന് ഒരാൾക്കും പറ്റില്ല എന്നുള്ളത് അങ്ങനെയാണ്. അതുകൊണ്ട് ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഞാൻ ജീവിച്ചു തീർക്കേണ്ടതായിട്ടുള്ള ഒരു വഴി അവിടുന്ന് കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. ആ വഴിയെ ഞാൻ സഞ്ചരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രമിക്കാവുന്നതിൻ്റെ പരമാവധിയൊക്കെ നമ്മൾ ശ്രമിക്കും മുന്നോട്ട് പോകാൻ. അത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ അങ്ങനെ കിടക്കുന്നു. പിന്നെ അതുകൊണ്ട് എൻ്റെ മനസ്സിന് സുഖമില്ല പ്രിയങ്ങളെ. ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുമ്പോഴും ഒരുപാട് മനസ്സിൽ ദേഷ്യവും വിരോധമൊക്കെ ഇരിക്കുമ്പോഴും നമ്മളധികം മനസ്സ് തുറക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാകുമ്പോൾ അത് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യരാകാനുള്ള ചിലതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വന്നു പോകും. അതുകൊണ്ട് അത് വേണ്ട. നിങ്ങളുടെയൊക്കെ മുമ്പിൽ എൻ്റെ ഒരു ചിത്രമുണ്ട്, അതല്ലാത്തൊരു ഞാനുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ അത് എന്താ പറയുന്നത്, ആരും അറിയാതിരിക്കാൻ, ആരോടും പറയാതിരിക്കാനൊക്കെ ശ്രമിച്ചാൽ പോലും ചിലപ്പോൾ അങ്ങനെയൊന്നും നടക്കത്തില്ല, ഇടറി പോകാറുണ്ട്. മനുഷ്യരല്ലേ. എൻ്റെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുക. എനിക്ക് ഒരാളെ പോലും ദ്രോഹിക്കണമെന്നോ ഒന്നുമില്ല, പക്ഷെ ഞാൻ പലപ്പോഴും അങ്ങനെ എന്താ പറയുന്നത്, ദ്രോഹിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരു വിഷമം, അത്രയും. അപ്പം നമ്മൾ ഈ ക്ഷമയുടെ അങ്ങേയറ്റം, നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചില സംഭവങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനും ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ പറ്റാതെ വരുമ്പോൾ നമ്മൾ ഓർക്കും, ഒറ്റ നിമിഷത്തിനുള്ളിൽ ഇതെല്ലാം അവസാനിപ്പിക്കാം, പിന്നെ ഇതിനൊന്നും നിന്നു കൊടുക്കരുത് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം പറഞ്ഞായിരുന്നു, ഞാൻ അങ്ങനെ ചിന്തിച്ച ഒരു ദിവസവും അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട്. പക്ഷെ ഇനിയും എനിക്കത് ഞാൻ ചിന്തിക്കത്തില്ല. കാരണം എൻ്റെ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചാൽ അത് പാപമാണ്.
അതുകൊണ്ട് അതൊക്കെ അങ്ങനെ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തിൽ എന്നെക്കൊണ്ടൊരു ദോഷം ആർക്കും വരരുത്. ഞങ്ങൾക്ക് സേഫായ ഒരിടം ദൈവം ജീവിതത്തിൽ ഒരുക്കി തരാൻ. ഇപ്പോൾ ഞങ്ങളുടെ ലൈഫ് ഒട്ടും സേഫ് അല്ല. അത്ര തന്നെ. മോനിക്കുട്ടൻ വന്നു. എന്നത്തെയും പോലെ വീഡിയോയ്ക്കിടയിൽ സംസാരിക്കാൻ ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ഉഷാറും തോന്നിയില്ല പ്രിയങ്ങളെ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിനൊരു വോയിസ് ഓവർ പിന്നീട് കൊടുക്കാം എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് പേര് ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ട് സംസാരിക്കുന്നതിൽ ആശ്വസിക്കുന്നവരുണ്ട്. അവരോടൊക്കെ ആയിട്ട് ഞാൻ പറയുവാണ്, നിങ്ങൾ വല്ലപ്പോഴൊക്കെ ഞാനിങ്ങനെ ഡൗണായി പോകുന്നതിൽ നിങ്ങളും ഒട്ടും നെഗറ്റീവ് വിചാരിക്കരുത് കേട്ടോ. കാരണം സഹിക്കാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ മോഹൻലാലിൻ്റെ സിനിമയിൽ പറയുന്ന പോലെ ഭൂമിയോളം ക്ഷമിച്ചു പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്താൻ വന്നാൽ മനുഷ്യരല്ലേ, നമ്മൾ അങ്ങനെ നിന്ന് കൊടുക്കാൻ പറ്റുമോ? അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ കേട്ടോ. അപ്പോൾ നമുക്കിന്ന് അത്താഴത്തിന് ഞാനൊരു ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ലക്ഷ്മി ചേച്ചി തന്ന പൊരിയലിൻ്റെ പൊടിയൊക്കെ ഇട്ട് ഞാനത് ഉപ്പും ചേർത്ത് പുരട്ടി വെച്ചേ. എന്നിട്ട് പിന്നെ കടുക് പൊട്ടിച്ച് കറിവേപ്പിലയിട്ട് അതങ്ങ് ചേർത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി മിൽക്ക് മിസ്റ്റിൻ്റെ തൈര് ഇരിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാക്കറ്റ് തൈര് വാങ്ങിച്ചിട്ട് വന്ന് മോരുകറി വെച്ചപ്പോൾ നല്ലതായിരുന്നു. അപ്പോൾ ആരോ പറഞ്ഞായിരുന്നു പുളി ഇല്ലാത്തതുകൊണ്ട് അതത്ര മോരിന് കൊള്ളില്ല എന്ന്. പക്ഷേ അത് നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ടിന്നിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാനങ്ങ് മോരുകറി ആക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മത്തിത്തോരൻ അമ്മ തന്നത് ഇരിപ്പുണ്ട്. വേറൊന്നും ഇന്ന് കാര്യമായിട്ട് വെക്കുന്നില്ലേ. ഇന്ന് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഈ വോയിസ് ഇടുമ്പോഴും എൻ്റെ പനി വിട്ടിട്ടില്ല. അതുകൊണ്ട് ശബ്ദത്തിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. പനി ആൻറ്റിബയോട്ടിക് എടുക്കുന്നത് കൊണ്ട് ഉടനെ മാറുമെന്നാണ് പ്രതീക്ഷ. വരുമ്പോൾ എല്ലാം കൂടി ഘോഷയാത്ര പോലെ വരുമെന്ന് പറയുന്ന പോലാണ് എൻ്റെ കാര്യം. പനി വന്നു, ശരീരത്തിന് തീരെ ഒരു ഉന്മേഷമില്ല. അതുപോലെ തന്നെ മനസ്സും കെട്ടുപോയി. സത്യം ഒട്ടും എനിക്ക് മടുത്തിട്ട് എനിക്ക് അങ്ങേയറ്റം ഞാൻ നിൽക്കുകയാണ് പ്രിയങ്ങളെ. ഞാൻ എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാനും വീഡിയോ എടുക്കാനും പറ്റുന്നു എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെയൊക്കെ കാര്യവും കാരണങ്ങളും ഇതിൻ്റെയൊക്കെ യഥാർത്ഥ അവസ്ഥയൊന്നും നമുക്ക് സോഷ്യൽ മീഡിയയിൽ എല്ലാവരോടും പറയാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ ഏറെക്കുറെ നിങ്ങൾക്ക് എൻ്റെ ജീവിതം ഇതുവരെ കണ്ടതിൽ നിന്ന് എന്താണ് അവസ്ഥ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ മനസ്സിലാക്കിയ കുറേ പ്രിയപ്പെട്ടവരുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും മുന്നോട്ട് വന്നത്, ഇതിൽ നിന്ന് എനിക്കൊരു വരുമാനം ഉണ്ടായത്, അങ്ങനെയെങ്കിലും എനിക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പിടിച്ചു നിൽക്കലാണ് എന്നോട് ഇത്രയും ദ്രോഹം ചെയ്യാൻ കാരണമെന്നുള്ളതാണ് സത്യം കേട്ടോ. ഞാൻ എന്താ പറയുന്നത്, കൈ നീട്ടി ഓരോരുത്തരുടെയും വാതിൽക്കൽ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ എന്നോട് വലിയ സഹതാപം കാണിച്ചേനെ പലരും. പക്ഷേ എനിക്കത് പറ്റുന്നില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങനെ വിടാനും എനിക്ക് പറ്റുന്നില്ല. അതാണ് പ്രശ്നം. അപ്പോൾ എല്ലാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈശ്വരനിൽ സമർപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ അത്താഴമൊക്കെ റെഡിയായി. അമ്മ ഇന്ന് ഇങ്ങോട്ട് വന്നേ, ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നു. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഞാനങ്ങനെ നിർബന്ധിക്കാറില്ല. എനിക്കാണെങ്കിൽ എൻ്റെ മുറി എൻ്റെ കട്ടിലല്ലാതെ എനിക്ക് വേറെ എവിടെ കിടന്നാലും എനിക്ക് സമാധാനവും സ്വസ്ഥതയില്ല. കാരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ചിരി വരും. വേറെ ഒന്നുമല്ല, ആ ഒരു തലയണ അതെൻ്റെ കണ്ണുനീര് കണ്ടതുപോലെ ഈശ്വരനല്ലാതെ വേറെ ഒരാളും എൻ്റെ കണ്ണുനീരും എൻ്റെ വിഷമവും എൻ്റെ പരാതിയും ഒരു പരിഭവമില്ലാതെ കേട്ടിരുന്നിട്ടില്ല കേട്ടോ. സത്യമാണ്. അത് തന്നെയാണ് കാരണം. അപ്പോൾ അമ്മ സന്ധ്യയ്ക്ക് മുമ്പേ കഴിക്കുന്നതാണ്. അപ്പോൾ മോനുകുട്ടനാണെ അമ്മമ്മ കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവൻ തന്നെ അമ്മമ്മയ്ക്ക് ചോറിച്ചിട്ട് കറികളൊക്കെ ചേർത്ത് വിളമ്പിക്കൊണ്ട് പോവാണേ. അപ്പോൾ അവർ രണ്ടുപേരും കഴിക്കാനിരുന്നു. ഞാനും ഇനിയും കഴിക്കാൻ പോവാം. ഇച്ചിരി ചോറും മത്തിത്തോരനും പിന്നെ പൊരിയൽ, നമ്മുടെ ലക്ഷ്മി ചേച്ചിയുടെ സ്പെഷ്യൽ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്ത് ഇന്നത്തെ അത്താഴം റെഡിയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുവാണ്. കാരണം ദൈവത്തിനല്ലാതെ എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെയും കാത്തു രക്ഷിക്കാൻ ഈ ലോകത്തിനെയും ഒരാളും ശ്രമിച്ചാലും നടക്കില്ല. അപ്പോൾ അതിനെൻ്റെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കണം.
പ്രശ്നങ്ങളൊന്നും ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ലാത്തത് കൊണ്ട് അതിനെ അതിൻ്റെ വഴിക്ക് വിട്ട് മനസ്സൊക്കെ ഉഷാറായിട്ട് വരാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പം നമുക്കിനിയും നാളെ കാണാവേ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.